14 രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ, പനിനീരിൻ പൂവിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ. 14 രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ, പനിനീരിൻ പൂവിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ. തത്തമ്മ ചുണ്ടു ചുവന്നത് തളിർവെറ്റില തിന്നിട്ടോ, തത്തമ്മ ചുണ്ടു ചുവന്നത് തളിർവെറ്റില തിന്നിട്ടോ, മാരനൊരാൾ തേനിൽ മുക്കി മണിമുത്തം തന്നിട്ടോ, മാരനൊരാൾ തേനിൽ മുക്കി മണിമുത്തം തന്നിട്ടോ. തനതിന്ത താനതിന്ത തിന്തിന്നോ, താനിന്നൈ താനതെന്ത താനിന്നോ, തനതിന്ത താനതെന്ത തിന്തിന്നോ, താനിന്നി താനതെന്ത താനിന്നോ. 14 രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ, പനിനീരിൻ പൂവിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ. മൈക്കണ്ണിൽ കവിത വിരിഞ്ഞത് മയിലാട്ടം കണ്ടിട്ടോ, മൈക്കണ്ണിൽ കവിത വിരിഞ്ഞത് മയിലാട്ടം കണ്ടിട്ടോ, മധുരത്തെ നിറയും മാറിൽ മദനപ്പൂ കൊണ്ടിട്ടോ, മധുരത്തെ നിറയും മാറിൽ മദനപ്പൂ കൊണ്ടിട്ടോ. തനതിന്ത താനതെന്ത തിന്തിന്നോ, താനിന്നൈ താനതെന്ത താനിന്നോ, തനതിന്ത താനതെന്ത തിന്തിന്നോ, താനിന്നൈ താനതെന്ത താനിന്നോ. 14 രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ, പനിനീരിൻ പൂവിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ. 14 രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ. അബി, എന്തോ ദേവരാജൻ മാസ്റ്ററുടെ ഒരു ബ്യൂട്ടിഫുൾ സോങ് അല്ലേ, ബ്യൂട്ടിഫുൾ കോമ്പോസിഷനില് നല്ല രസമായിട്ട് നീ പാടിയും തോന്നുന്നു. അവിടെ നിന്നുള്ള റെസ്പോൺസസ് ഒക്കെ നമ്മളിങ്ങനെ നോക്കുമ്പോ എന്തായാലും നമുക്ക് ചോദിച്ചു നോക്കാം. ചോദിക്കാം. ശരത് സർ, മാഷിന്റെ അതിമനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് അദ്ദേഹം ചെയ്തിട്ടുള്ള എല്ലാം എന്താ പറയുക, ജനഹൃദയങ്ങളിലേക്ക് എത്തിയ പാട്ടുകളാണ് ദേവരാജ മാഷ് ചെയ്തിട്ടുള്ള എല്ലാം. അപ്പം അത് അത്രത്തോളം ജനങ്ങളുടെ ഒരു പൾസ് മനസ്സിലാക്കിയ സംഗീത സംവിധായകനാണ് ദേവരാജ മാഷ്. മാഷ് നന്നായിട്ട് മൃദംഗം വായിക്കും, അറിയാമോ? ഓ, ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ അറിയോ? മോനെ, അതുപോലെ മലയാള ഭാഷ വളരെ മനോഹരമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയും കൂടാണ് ദേവരാജ മാഷ്. പല എഴുത്തുകാരെ അദ്ദേഹം ഓടിച്ചതായിട്ട് ചരിത്രമുണ്ട്. അപ്പോൾ എനിക്ക് അറിയാവുന്നത് അത് അദ്ദേഹം വയലാർ ദേവരാജൻ കൂട്ടുകെട്ടാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കൂട്ടുകെട്ട്. വയലാർ സാറിൻ്റെ എല്ലാ പാട്ടുകളും അത് അദ്ദേഹത്തിൻ്റെ വരികൾ അത്ര ഇഷ്ടമായിരുന്നു ദേവരാജ മാഷ് എന്നുള്ള മറ്റൊരു ഇഷ്ടമല്ലെന്നല്ല കേട്ടോ. അപ്പോൾ അത് കൂടുതലും ചെയ്തിട്ടുള്ളത് മോൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കൂടുതലും ചെയ്തേക്കുന്ന ആ ഒരു കൂട്ടുകെട്ടാണ് വളരെ എത്ര അതിമനോഹരങ്ങളായിട്ടുള്ള പാട്ട്. അപ്പോൾ എന്തൊക്കെയാലും ഈ ഒരു റൗണ്ട് വളരെ ബ്യൂട്ടിഫുള്ളായി, ഒരു എന്താ പറയുക, അസാധ്യം. വേറൊന്നും പറയാനില്ല. കാര്യം മാഷ് അത്രയ്ക്ക് ഇത്ര പാട്ടുകൾ അതിമനോഹരങ്ങളായിട്ട് എത്ര പാട്ടുകൾ. പാറു, നമ്മുടെ എന്താ പറയണ്ട സൂപ്പർ സ്റ്റാറിൻ്റെ ബ്യൂട്ടിഫുൾ ആങ്കറാണ് പാറു, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ ചക്കരെ നീ 2 പാട്ട് പറഞ്ഞ ദേവരാജ മാഷ് പെട്ടെന്ന് പറയണം, അല്ലാതെ ആലോചിക്കരുത്. 1000 പാദസരങ്ങൾ. വണ്ടർഫുൾ പാറു, സൂപ്പർ. ആസാദ് എത്ര പാട്ടുകൾ. അപ്പൊ മക്കളെ, എന്തോ സാർ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. താങ്ക് യു സാർ. സൂപ്പറായിട്ട് പാടി. എനിക്ക് ആകെ തോന്നിയ ചില സംശയങ്ങൾ. ഷിനു, ഒന്ന് ശ്രുതി ഓടറേ. നീ അതിൻ്റെ ഇടയ്ക്ക് ഒരു 7th പിടിച്ച് എന്നെ വിഷമിപ്പിച്ച്, എന്നാലും കുഴപ്പമില്ല.
മക്കളെ ഒന്ന് 17 പൂ വിരിഞ്ഞത് പാടാം. 17 പൂവിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി മുറ്റത്തോ തോ 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 അങ്ങോട്ട് കയറ്റി പിടിക്കരുത് കേട്ടോ. മുറ്റത്തോ തോ അങ്ങനെ പാടരുത്. തോ അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ സാർ. അത് തോയല്ലേ, അത്ര മതി മക്കളെ. അതുപോലെ ഈ തനതിനകത്ത് അതൊരു നല്ല കുറച്ചും കൂടെ ക്ലാരിറ്റി ആവാം. ഒന്ന് പാടാമോ? തനതിന്ത താനതിന്ത തിന്തിന്നോ. ശ്രുതി. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. അത് മോനെ അത് വിട്ടുക. രണ്ടാമത്തെ പാട് തനതിന്ത. തനതിന്ത താനതിന്ത തിന്തിന്നോ താനിന്നി തിന്തിന്നോ. നോ അങ്ങോട്ട് നിർത്ത്. തിന്തിന്നോ ഓ ഓ അതാണ് ഉണ്ട്. തിന്തിന്നോ. അടുത്തത് താനിന്നി താനതെന്ത താനിന്നോ. അത് കുറച്ചും കൂടെ കൃത്യമായിട്ട് അങ്ങ് ഒന്ന് വീഴണം. താനിന്നോ. ഓക്കെ, അതൊക്കെ നല്ലതാ മോനെ. പിന്നെ ഈ മദനപ്പൂ കൊണ്ടിട്ടോ മോനെ ഒരു അത് ഒന്ന് കേക്കണം നമുക്ക്. മദനപ്പൂ അത് കുറച്ചും കൂടെ ചേരട്ടെ. മദനപ്പൂ മകൾ മദനപ്പൂ അത് ഒന്ന് ഹിറ്റ് ചെയ്യണം. മദനപ്പൂ അത് കൂടിയതാ. ഒന്നുകൂടെ. മദനപ്പൂ കൊണ്ടിട്ടോ. ഗുഡ് ഗുഡ് ഗുഡ്. ബാക്കിയെല്ലാം മനോഹരമായിരുന്നു കേട്ടാ. താങ്ക് യു സാർ. ഇപ്പൊ എന്തൊക്കെയാലും നല്ലൊരു പാട്ട് മക്കളെ. നന്ദി. ഇതൊക്കെ നിങ്ങളൊന്ന് നമ്മളൊക്കെ ഇപ്പോൾ ഇത് നമ്മൾ തുടങ്ങിയിട്ട് കുറച്ച് കാലമായില്ലേ. അപ്പോൾ ഇനി ഇങ്ങനെയുള്ള കറക്ഷൻസ് പോലും ഞങ്ങളെ കൊണ്ട് പറയിക്കരുത് എന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. ഓക്കെ സാർ. കേട്ടോ. അപ്പൊ അത് മക്കളെ അഭ്യർത്ഥന. ഞങ്ങളുടെ ഒരു റിക്വസ്റ്റ് മക്കളെ കേട്ടോ. അപ്പൊ മോനെ അത്രേ ഉള്ളടാ. കുറെ സന്തോഷം ചക്കരെ. താങ്ക് യു സാർ. താങ്ക് യു ശരത് സാർ. ചേച്ചി അഭിനവ്, എന്തോ മാം? വീണ്ടും കണ്ടതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. എനിക്ക് സന്തോഷം മാം. ആദ്യം തുടങ്ങിയപ്പോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പല്ലവിയില്ലേ ആ തുടക്കം 4 ലൈൻ അതിമനോഹരമായിരുന്നു കേട്ടോ. നല്ലൊരു കമ്പോസർ, നല്ലൊരു പക്വതയോടെ പാടി, അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഈ തേനിൽ മുക്കിയല്ലേ ആ ഒരു ലൈൻ, അതുപോലെ തന്നെ ഈ മറ്റേ ചരണത്തിലെ മധുരത്തേൻ അതെ. അപ്പൊ അത് മാത്രം എനിക്ക് തോന്നി അത് അതുവരെ എത്തുന്നില്ല. ഒന്ന് എത്തിച്ചു കൊടുക്ക്. കാണിച്ചു കൊടുക്കണം. മധുരത്തേൻ നിറയും മാറിൽ മദനപ്പൂ കൊണ്ടിട്ടോ. ഇതേനാണ് ഒഴുകി വരുന്നില്ല അവിടെ. അന്ന് ഒന്നുകൂടി വന്നാലോ. മധുരത്തേൻ സാദ് മധുരത്തേൻ. ആ സ്ഥലം തന്നെ ഈ തേനിൽ മുക്കിയല്ലേ. വീണ്ടും ആ സ്ഥലം ഒന്ന് പാടി തരാമോ? മധുരത്തേൻ. അതല്ല, ഈ മാറുന്നൊരാൾ. അതന്നെ മക്കളെ. മാരനൊരാൾ തേനിൽ മുക്കി. മാരനൊരാൾ. അത് കറക്റ്റ് ആയിട്ട് വരട്ടെ. മാരനൊരാൾ തേനിൽ മുക്കി. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ റേഞ്ചില് അത് ഒന്ന് കുറച്ച് ബുദ്ധിമുട്ടാണ്. അടപ്പുണ്ടല്ലേ. ആ സ്ഥലമാണ് എനിക്ക് കൂടുതൽ തോന്നി. ബാക്കി സ്ഥലങ്ങൾ ഓഫ്കോഴ്സ് അവർ പാടി. ഇപ്പോ കറക്റ്റായിട്ട് മോനത് പാടി, അത് ഇഷ്ടപ്പെട്ടു എനിക്ക്. കുറച്ചുകൂടി പക്ഷെ എനിക്ക് ഒരു ത്രോ വരാമായിരുന്നു എന്ന് തോന്നി. വളരെ സോഫ്റ്റ് ആയിട്ട് മെച്യൂറായിട്ട് കാമായിട്ട് പാടി. അത് ഒരു ബ്രൈറ്റ്നെസ്, നല്ല ഒരു നല്ല ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന പാട്ടല്ലേ ഇത്, അല്ലേ? അപ്പോ ആ ഒരു ഫ്രഷ്നെസ് നമുക്ക് കിട്ടിയാലോ. അങ്ങനെ ഒരു കുറച്ച് ഹാപ്പി ആയിട്ട് പാടിയാലോ ഒരു പല്ലവി. 14 രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ. പനിനീരിൻ പൂവിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ. 14 രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ. കൊള്ളാം. എന്നാലും ഒരു ഇന്റേണൽ സ്മൈലോട് ഈ പാട്ട് പാടിയാൽ കുറച്ചുകൂടി ഒരു നല്ല ഇമ്പാക്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നി. അതല്ലാതെ അടിപൊളി മോനെ, എനിക്കിഷ്ടപ്പെട്ടു. മക്കളെ ഇപ്പോഴും മുറ്റത്ത് പാടിയത് നീ മറ്റേതാ പാടിയ, ഞാൻ പറഞ്ഞു തന്നല്ല. അത് കുഴപ്പമില്ല. അങ്ങനെ വരേണ്ടത്. മുറ്റത്തോ
മുറ്റത്തോ. അതാണ് മതിയടാ. അതാണ് പനി എല്ലായി. പരിഭാമ അതാണ്. മിസ്റ്റർ ഷാൻ റഹ്മാൻ, യു ക്യാൻ സ്റ്റാർട്ട്. ഓക്കെ ഓക്കെ ഷാനിക്ക. അഭിനവേ എന്തോ സാർ. നന്നായിട്ട് പാടിയടാ. താങ്ക് യു സാർ. ഇതുപോലത്തെ പാട്ട് ഇത് 1973 ഇറങ്ങിയ പടത്തിലെ ഒരു പാട്ട്. ഓക്കെ, ഇപ്പോഴും കേൾക്കുമ്പോൾ എത്ര ഫ്രഷ് ആണ് അല്ലേ, എന്ത് രസമാണ് ഇത് കേട്ടോണ്ടിരിക്കാൻ. ഇതിനൊക്കെയാണ് നമ്മൾ ടൈംലെസ് കമ്പോസിഷൻ, ടൈംലെസ് സോങ് എന്നൊക്കെ പറയണം. അടിപൊളിയായിട്ട് പാടി, നന്നായിട്ട് പാടി. ഇവർ പറഞ്ഞതൊക്കെയാണ് ഞാനും പറയട്ടെ. ഈ മദനപ്പൂ ഇതൊക്കെയാണ് സെയിം സംഭവമാണ് ഞാനും എഴുതി വെച്ചേക്കണം. അത് പാടിച്ചു എനിക്ക് ഫീൽ ചെയ്തൊരു സംഭവം കുറച്ചുകൂടെ ത്രൂ ആവാം, ഈ പറഞ്ഞ പോലെ ഒരു ബ്രൈറ്റ്നെസ് ആവാന്ന് എനിക്കും ഫീൽ ചെയ്തു. ഓക്കെ സാർ. പിന്നെ അവനും സെയിം ലെവലിലാണ് പാടിക്കൊണ്ട് പോണേ. ഇപ്പൊ ഈ മറ്റേ ആ സ്ഥലത്തൊക്കെ കുറച്ചുകൂടി അറ്റാക്ക് ആവാം, മനസ്സിലായില്ല. ഇത് ആ ഒരു സെയിം ആ ഒരു കാം ഇതിലാണ് പാടിയത്. ആ സ്ഥലത്ത് ഈ താനതിന്നെ വരുന്ന സ്ഥലത്ത് കുറച്ചുകൂടെ ഒരു പവർ ആവാം എന്ന് തോന്നി. എന്നിട്ട് തിരിച്ച്, കാരണം 14ാം രാവിന്റെ ആ ഒരു സോഫ്റ്റ്നെസ്സിൽ തന്നെയാണ് ഈ താനതിന്നെ എല്ലാം പാടിയത്. അതൊന്ന് മാറ്റിപ്പിടിക്കാമായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഓക്കെ സാർ. അതർവൈസ് അഭിനവിന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസസ് തന്നെയാണ് ഇന്ന് നമ്മൾ കണ്ടത് കേട്ടോ. അപ്പൊ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് അതെ 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 അതെ. എസ്പെഷ്യലി പല്ലവി മാം പറഞ്ഞ പോലെ ഫസ്റ്റ് ലൈൻ ബ്യൂട്ടിഫുൾ ആയിരുന്നു, ഭയങ്കര രസമായിരുന്നു കേൾക്കാൻ. ഞാൻ വിചാരിച്ചു ഇത് ട്യൂൺ ചെയ്തതാണോ, അങ്ങനെ വിചാരിച്ചു. പെർഫെക്റ്റ് ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു സാർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. ഓൾ ദി ബെസ്റ്റ് മോനെ. താങ്ക് യു സാർ. ഓക്കെ അബി, ഇനി നമുക്ക് മാർക്സ് ചോദിക്കാം. ചോദിക്കും. ശരത് സർ. മക്കളെ 8.5 മാർക്കടാ. താങ്ക് യു സാർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക. അഭിനവ് എന്തോ സാർ. നല്ലൊരു ഇംപ്രൂവ്മെന്റ് കൂടെ ഇതിന്റെ കൂടെ കാഴ്ചവെച്ചതിന് 9. താങ്ക് യു സാർ. ഷാനിന് വട്ട എന്നാ തോന്നുന്നു. അതെ. സോ ടോട്ടൽ 17.5. താങ്ക് യു. അതിനുശേഷം മാർക്ക് നമ്മൾ ഹൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് അബി. താങ്ക് യു ചേച്ചി.